ഇത് ചായയാണോ? ഞാൻ പോയി ചായ അടിക്കാം. ഹലോ കുട്ടികളെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുഞ്ഞു പാക്കറ്റിലിരിക്കുന്നത് ചായയാണ്. അപ്പോൾ ചായയൊക്കെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓർഡർ ചെയ്തില്ലേ? ആ, എനിക്ക് വേണ്ട. ചായ കുടിക്കുക, കുടിക്കടി. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുംബൈയിൽ വന്നാൽ നമ്മൾ ചായ ഇങ്ങനെയാണ് കുടിക്കുക. അതെ, നമ്മൾ ഇങ്ങനെയാണ് കുടിക്കുന്നത്. ഇതാ ഉറക്കം എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട്. ഹായ് ബൈ ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്സ് പറയടാ. പറയൂല. നെർണും ഞാനും രേഷ്മയും രവീണയും കേട്ടോ ആദ്യം എഴുന്നേറ്റത്. അപ്പം ഞങ്ങൾ എണീറ്റപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഓർഡർ ചെയ്ത് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അൻവറും സീച്ചേട്ടനും ഒക്കെ എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ചൂടോടെ അപ്പം തന്നെ ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് വന്ന ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ആദ്യത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ദോശയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷെ നമ്മുടെ നാട്ടിലെ ദോശയുടെ രുചിയും കാര്യങ്ങളും ഒന്നും കാണത്തില്ല കേട്ടോ. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് 3 ബെഡ്റൂമും ഒരു അടുക്കള, ഹാള് അങ്ങനെയാണ് ഉള്ളത്. 3 ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം നമ്മളാണെങ്കിൽ അടുക്കളയിൽ കുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ പൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ലോക്ക് ഒക്കെ കേട്ടോ, അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. പക്ഷേ അത് തുറക്കാൻ ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് പാടുപെട്ടു. പിന്നെ എല്ലാവർക്കും അത് ഓക്കെ ആയിട്ട് മാറിയായിരുന്നു. അതായത് നമ്മളിപ്പോൾ ലോക്ക് തുറന്ന് അകത്ത് കയറിയിട്ട് കുറ്റി ഇടണമെന്നില്ല, വാതിൽ അടച്ചാൽ മാത്രം മതി. പുറത്തുനിന്ന് ആർക്കും പിന്നെ തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ലോക്ക് അടിച്ചു കൊടുത്താൽ മാത്രമേ ഈ കതക് തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ പെട്ടിയൊക്കെ പൂട്ടി വയ്ക്കത്തില്ല, അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഫ്രീ വൈഫൈയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മളെല്ലാം മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്തത്. രാത്രിയിലത്തെ ഉറക്കം നമ്മൾ ഓൾറെഡി കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ഉറങ്ങാൻ ലേറ്റ് ആവും. പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പ്ലെയിൻ പോകുന്നതിൻ്റെ, അതായത് ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ സൗണ്ടും പിന്നെ ഒരു 4 മണിയാവുമ്പോഴത്തേന് ഇവിടെ എന്നാണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ലോഡ് എങ്ങാണ്ട് ഇറക്കുവാന്ന് കേട്ടോ. അപ്പം ഇങ്ങനെ കമ്പിയുടെയും ഇതിൻ്റെയും തല്ലിപ്പൊട്ടിക്കുന്ന സൗണ്ടൊക്കെയാണ്. പിന്നാണ് എനിക്ക് ഞങ്ങൾക്ക് ആ നഗ്നമായ സത്യം മനസ്സിലായത്. ഇവിടെ ഒരു 4 മണിയാവുമ്പോഴത്തേന് പണി തുടങ്ങും, എന്നിട്ട് 8 മണിയാകുമ്പോൾ അവർ പോയി കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരുടെയും ഉറക്കം കഥാ ഹുവ എന്നൊക്കെ പറയാം. ആരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു മരുന്നെടുത്ത് കഴിച്ചിട്ട് വിക്സിൻ്റെ അകത്ത് തല മുക്കിയിട്ട് കിടക്കുമായിരുന്നു. അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ പാളത്തിൻ്റെ അടുത്ത് വീട് ഇപ്പം നമ്മൾ വാങ്ങുവാണെങ്കിൽ ആദ്യത്തെ ഒരു 3-4 ദിവസം നമുക്ക് ഉറങ്ങാൻ പാടായിരിക്കും ഈ ട്രെയിൻ പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട്. പക്ഷേ പോകെ പോകെ നമുക്കത് ശീലമാവത്തില്ലേ, അതുപോലെ തന്നെയായിരുന്നു. 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സെറ്റായി കേട്ടോ. പിന്നെ എന്ത് സൗണ്ട് കേട്ടാലും ഞങ്ങൾ പോത്തുപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ഫാൻ ഫെസ്റ്റിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. ഉറക്കമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവത്തോണ്ട് എല്ലാവരുടെയും മുഖത്ത് ഒരുമാതിരി ക്ഷീണം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അൻവർ ആണെങ്കിൽ ഷീറ്റ് മാസ്ക് ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്കും നമ്മുടെ രവീണയ്ക്ക് വേണ്ടായിരുന്നു, രേഷ്മയ്ക്കും അൻവറിനും മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇത് തേച്ചിട്ട് ഇങ്ങനെ ഭൂതത്തെ പോലെ ഇരിക്കുകയായിരുന്നു. ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മയാണെങ്കിൽ മുഖത്ത് ഇത് വച്ചത് കൂടാതെ തലയിൽ തോർത്തും കൂടി ഇട്ട് കിട്ടോ. അപ്പം എന്നിട്ട് അവള് പറഞ്ഞു ഇത് ആരാന്ന് കണ്ടുപിടിക്കുക. അത്രയ്ക്ക് വ്യത്യാസമായിരുന്നു കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇത് ആരാന്ന്. ഞാൻ പറഞ്ഞില്ല സിനിമയ്ക്കകത്ത് ജഗതി വേഷം കെട്ടി നടക്കുന്ന പോലെ ഉണ്ടെന്ന് കേട്ടോ. ഡ്രസ്സ് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറുതായിട്ട് പിഞ്ചിയിരിക്കുന്നു ഇവിടെ കേട്ടോ. ഇവിടെ ഞാൻ പാൻ്റ് ആണെങ്കിൽ അയൺ ചെയ്തു. ഇതെന്നാ ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ചെറുതായിട്ട് പിഞ്ചിയിരിക്കുന്നു. അത് കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പൈസ 3300 രൂപയാണ്. അപ്പൊ നമ്മളത് ഇപ്പൊ ഇടാന്ന് വെച്ചാൽ ഇത്രയും പൈസ ആയതുകൊണ്ട് നഷ്ടക്കച്ചവടമാവും. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഞാനും അൻവറും സീച്ചേട്ടനും പിന്നെ രേഷ്മയും കൂടെ ഇറങ്ങിയത്. നെർണും രവീണയും അപ്പോഴത്തേനും ഒരുങ്ങിയിരിക്കാന്ന് വിചാരിച്ചു. എന്റെ വാക്ക് കേട്ട് H&M കടയിൽ വന്നതാ. അവസാനം കൊണ്ടു നിർത്തിയത് എവിടാന്നറിയോ? കാണിച്ചു തരാം. H&M ടവറിൽ കൊണ്ടു നിർത്തിയവ. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെ കടയോരങ്ങൾ മൊത്തവും കയറി ഇറങ്ങിയിട്ട് അവസാനം ഒരു കടയിൽ കയറി. എല്ലാ കടയിലും ഉണ്ടല്ലോ 25,000, 15,000 ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ വില. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 4,000, 5,000 ആ ഒരു റേഞ്ചിലൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അൻവർ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. എനിക്കാണെങ്കിൽ ഇത് ഇട്ടപ്പോൾ തൊട്ട് മറ്റേ സിനിമയ്ക്കകത്ത് കരടി വേഷം കെട്ടി നടക്കുന്ന പോലെ തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈശ്വര വവ്വാലിനുണ്ടായതാണോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് വരുമെന്ന്. അങ്ങനെ ഇത് ഞാൻ എടുത്തില്ല കേട്ടോ. അവരുടെ നിർബന്ധത്തിന് ഇട്ട് നോക്കിയതാണ്. നമ്മൾ എടുത്തത് ഒരു ഗ്രീൻ കളറാണ്. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് സാധനവും വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് എടുത്തു കേട്ടോ. ഇന്നലെ ഞാൻ മാളിൽ വെച്ച് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എന്നോട് അങ്ങോട്ടൊന്നും പറഞ്ഞ് പോയതാ. പക്ഷേ എനിക്ക് അത് തന്നെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അവന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവാം. ഹാപ്പി മീ. എനിക്ക് ഭയങ്കര സന്തോഷം.
അങ്ങനെ കിട്ടിയ ഡ്രസ്സും കൊണ്ട് ഓടി റൂമിലെത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോഴത്തേന് പക്ക എനിക്ക് തയ്ച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വേഗം മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് മോയ്സ്ചർ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയത്തില്ല, കാരണം ഇത് രേഷ്മയുടെ മോയ്സ്ചറാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരവരുടെയൊക്കെ എടുക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരുടെ അടുത്താണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2-3 മിനിറ്റ് അവിടെ താളം തുള്ളി നിന്നിട്ട് ഞാൻ പിന്നെ സൺസ്ക്രീൻ എടുത്ത് വാരി പൊത്തുന്നുണ്ട് കേട്ടോ. മുംബൈ ആയതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു, കോമ്പാക്റ്റ് ഇട്ടു, പിന്നെ എനിക്ക് കണ്ണിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് തന്നത് രവീണയാണ്. നന്ദി ഞാൻ അർപ്പിക്കുന്നു കുട്ട. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നെറിൻ്റെ കമ്മലിന് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, എടി നിൻ്റെ കമ്മലൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കണമെന്ന്, കാരണം ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നെറിൻ്റെ കമ്മലും എടുത്തിട്ടു. ബാഗ് നെറിൻ്റെയാണ്, ഞാൻ ചുമ്മാ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ ഓട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ എത്തിയോ അങ്ങനെ എന്തോ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെല്ലാം സീച്ചേട്ടന് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഏട്ടൻ വരുന്നില്ല, ഏട്ടൻ റൂമിലിരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേന് രേഷ്മക്കുട്ടിയുടെ തഗ്ഗടിയായിരുന്നു. അപ്പോൾ പിന്നെ എന്തോ എടുക്കാൻ മറന്നിട്ട് നമ്മൾ ആരോ പോയി കേട്ടോ. അപ്പോൾ അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് അൻവറും രേഷ്മയും കൂടെ ലിഫ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങി കാറി കയറിയിട്ടുണ്ട്. അല്ല നേരിട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഈ ഫോണിൽ കണ്ടിട്ട് നീ വിലയിരുത്തരുത്. ഇത് ഈ ലിപ്സ്റ്റിക് ആണ് മിക്സ് ചെയ്തത്, പക്ഷെ അതും ഇത് വെവ്വേറെയാണ്. അത് നിന്റെ സ്കിന്നിലും അവിടെ സ്കിന്നിലും വേറെ വേറെ നിറം വരും. മാച്ചിങ് അല്ല, അത് കണ്ടിട്ട് ട്രൈ ചെയ്തതാണ് ഇത്, പക്ഷെ മൂഞ്ചി തെറ്റി. എന്റെ ഇച്ചിരി ഗ്ലിറ്റർ ഉണ്ട്, വേണോ? അതിന്റെ ആവശ്യമില്ല. ഉണ്ടല്ലേ. എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളാണ് ഓവറെന്ന് കേട്ടോ, കാരണം പുറത്ത് കുറെ പേര് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ നിൽക്കുന്നു അല്ലേടാ. നല്ല ടെൻഷൻ ഉണ്ട്, നല്ല പോലെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തി കേട്ടോ. എത്ര സമയമായി? 6:45 നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി അകത്തോട്ട് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് തിരിച്ചു ഉള്ളിൽ കയറിയല്ലേ. നല്ല രസമുണ്ടല്ലോ ഈ നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിട്ട്. എന്നെ കൂടി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രവി ഇങ്ങനെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ VIP ബാൻഡൊക്കെ കിട്ടി. എന്നിട്ട് നമ്മളിതായി റൂമിൻ്റെ അകത്തോട്ട് കയറാൻ പോകുക കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്താണ് ഇതിൻ്റെ അകത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അകത്തോട്ട് വേറൊരു ലോകം തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. ആവശ്യമുള്ളയിടത്തും ഇല്ലാത്തയിടത്തും ഒക്കെ പൊക്കിത്തരാൻ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇവളായിരുന്നു അത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു. അപ്പോൾ ഞാനും എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ VIP-ൻ്റെ ആ സാധനത്തിലോട്ട് എൻട്രി ചെയ്തു കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഒരു ബോക്സ് പോലെയാണ്. ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് പരിപാടികളും കാര്യങ്ങളും എല്ലാം കാണാം. ഒരിടത്തും അടങ്ങിയിരിക്കുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി ഇങ്ങനെ വെറുതെ ഇരുന്ന് പരിപാടി കാണാൻ നമുക്ക് ആർക്കും അത്രയ്ക്ക് സുഖമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അയ്യോ ജോനിറ്റയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് കേട്ടിരുന്നപ്പോഴാണ് നമ്മുടെ നേഹക്കുട്ടിയൊക്കെ ഇങ്ങ് വന്നത്. നമ്മൾ ഈ റോയില് നേഹയൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വൈബായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം തുള്ളി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കബാബ് സൂപ്പറായിരുന്നു. നേഹ ഇപ്പോൾ എടുക്കുന്ന സാധനം കൊള്ളത്തില്ല കേട്ടോ. അത് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ കബാബ് ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൊഞ്ച് അലർജിയായ ഞാൻ കൊഞ്ചാണെന്ന് അറിയാതെ ഈ എടുത്തിടുന്നത് കൊഞ്ചാണ് കേട്ടോ. ഇത് ഞാൻ മുണുങ്ങിരുന്ന് കഴിക്കുകയും ചെയ്ത്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വരുമെന്ന്, പക്ഷെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വിശപ്പൊക്കെ ഒരുവിധം അടങ്ങിയപ്പോൾ നമ്മൾ പിന്നെയും ഡാൻസ് കളിക്കാൻ വേണ്ടി
കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരുടെയും വയറ്റിൽ നിന്ന് വീണ്ടും ഉൾവിളി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് കുറച്ച് മീൻകറി എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല നെയ്മീനും വന്ന് വായിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ ഞാൻ തുപ്പി. എന്ന് വെച്ചാൽ ഉണക്കമീൻ പിന്നെയും ഭേദമാണ്, അതിലും ടെറർ പോലെ ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രേഷ്മയ്ക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. രേഷ്മ വായിലിട്ടിട്ട് തുപ്പണോ ഇറക്കണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു മനസ്സമാധാനമായി. ഒരു പ്രത്യേകതരം സൈക്കോയാണ് കേട്ടോ ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തില്ല. ഇത് കഴിച്ചു. ഇതിനൊരു കോഫിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം 2 ഫ്ലേവറും ഞാൻ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ എടുത്ത് ഞങ്ങൾ വട്ടം കൂടി കഴിക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം അത് അത്ര സുഖമൊന്നും ഇല്ലായിരുന്നു. ചോക്ലേറ്റിൻ്റെ പിന്നെയും ഭേദമായിരുന്നു എന്ന് പറയാം കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് വയറ് ഏകദേശം നടത്തിയിട്ട്, അതായത് ഇന്ധനമൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഡാൻസ് കളിക്കാൻ വേണ്ടി ചെന്ന് നിന്നു. ഈ മാറി നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, 2നെയും ഡാൻസ് കളിപ്പിക്കാൻ വലിയ പാടാണ്. പക്ഷെ ഞങ്ങൾ അടുത്തെങ്കിലും പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തു. ശ്രദ്ധാ കപൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. My brother is a little shy, so manage kar lena. Say what you want to say, bro. മിറർ കണ്ട അപ്പോൾ എനിക്ക് ഇതുപോലെ ഫോൺ എടുക്കണമല്ലോ. അങ്ങനെ മിററിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ നമ്മളോട് വിളിച്ച് പറഞ്ഞു ഫോട്ടോ അല്ല വീഡിയോ ആണ്. അപ്പോൾ പിന്നെ വീഡിയോ ആയപ്പോൾ അലറണമല്ലോ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അപ്പൊ നമ്മള് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ മലയാളം പാട്ടൊക്കെ പ്ലേ ചെയ്ത് കേട്ടോ. നമ്മൾ കുറെ ഡാൻസ് ഒക്കെ കളിച്ചു. ഇല്ലുമിനാട്ടി, അതെ ഇല്ലുമിനാട്ടി. പിന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ ജിമിക്കി കമൽ, ജിമിക്കി കമാലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ആദ്യം ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. ഫുഡും സൂപ്പർ ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. അതെയല്ലേ, നമുക്ക് മനസ്സിലായില്ല. വലിയ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടാക്സി ബുക്ക് ചെയ്യുന്ന ഫുള്ള് ഊബർ ക്യാൻസൽ ആയി പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞങ്ങൾ വെളിയിൽ വന്നിരിക്കുക. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും വെളിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് 4 മണിയായി കേട്ടോ ഉറങ്ങാൻ നേരത്തും. കാരണം എല്ലാവരോടും സൊണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ അപ്പൊ നമ്മള് ലാസ്റ്റ് ഡേ ആട്ടോ. ഒന്ന് അല്ല, നാളെ അല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ചെന്ന് പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. ആ പ്രാവിന്റെ കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും. അപ്പൊ നമ്മളെല്ലാരും കാറി കയറി. ഞാൻ ഈ സൈഡിൽ കൂടെ ചാടി കയറി കേട്ടോ. എന്നിട്ട് ഹലോ കുട്ടികളെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇത് 2 വ്ളോഗായിട്ടാണോ 1 വ്ളോഗായിട്ടാണോ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിലും ഹലോ കുട്ടികളെ അങ്ങ് നിങ്ങൾ ക്ഷമിച്ചാൽ മതി കേട്ടോ. ബാക്കിലിരുന്നാൽ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, അവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ ഓടിക്കേറി ഫ്രണ്ടിൽ കയറി. അതുകൊണ്ട് അവർക്ക് വേറെ അതെ ഞാൻ സ്വാർത്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഓടിക്കേറി ഫ്രണ്ടിൽ കയറി. വഞ്ചകയാണ്, എല്ലാം ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടി പോകാം. മുംബൈ വന്നിട്ട് അത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. സീറ്റേട്ടൻ ഫ്രണ്ടിൽ ഇരുത്തും, നമ്മളെല്ലാവരും ഇങ്ങനെ ബാക്കിൽ കഴിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആടിപ്പാടി ഭയങ്കര സന്തോഷത്തോടെ പൊക്കോണ്ടിരിക്കാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് മഴ ചാറാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇച്ചിരി കഴിയുമ്പോൾ മാറിക്കൊള്ളൂന്ന്. പക്ഷേ ആ മഴ ചാറ്റിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉറയ്ക്കാൻ തുടങ്ങി. നമ്മളീ പോകുന്നത് കടലിൻ്റെ നടുക്കുള്ള പാലത്തൂടാണ്. കടലിൻ്റെ നടുക്കാണോ പാടം, സൈഡിലാണോ പാലം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ കടൽ തന്നെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും മഴ കിട്ടിയൊന്ന് പോരുമ്പോഴത്തേനും നമുക്ക്
മഴയുടെ ആ ഒരു ശക്തി കൊണ്ട് കുറച്ച് നേരത്തേക്ക് സൈഡ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നമ്മളിത് വന്ന പാലമാണത്, ദുആ കാണുന്ന കണ്ട ആ പാലത്തിൽ കൂടാണ് നമ്മളിങ്ങനെ കാർ ഓടിച്ച് വന്നത്. എന്നിട്ട് നമ്മൾ സൈഡിൽ ഒരിടത്ത് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സൈഡിൽ നിർത്തി. മഴ പെയ്ത് തോന്നുകൊണ്ട് തന്നെ തറയിലൊക്കെ കുറച്ച് വെള്ളവും ചെളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ആ കടലിൽ കൂടെ പോകുന്ന പാലം കണ്ടിട്ട് അതിശയം മാറിയിട്ടേ ഇല്ല കേട്ടോ. കണ്ടോ, വണ്ടികൾ സൂക്ഷിച്ച് നോക്കിയാൽ ഉറുമ്പിനെ പോലെ വണ്ടികൾ എഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാലും എന്താ അല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്പര ചുംബികളായ കെട്ടിടങ്ങളെ കണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്ന് കേട്ടോ. ആകെ അൻവറിൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുന്നത്. രവി പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഈ സൗണ്ട് കടലടിക്കുന്നതും കടലിരയ്ക്കുന്നതൊക്കെ സൗണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ചു നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾക്ക് ആർക്കും സാധാ രീതി ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലും കോപ്രായം കാണിച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതെ, എല്ലാ മുദ്രകളും എന്റെ വോയിസ് ഓവർ വരുമ്പോ കണ്ടോണം നീ. വേണ്ട, അവരത് നീ മേടിക്കാൻ വെക്കാന്ന് വിചാരിച്ചിരിക്കും. സൺ കിസ്ഡ് ഇതാ അപ്പൊ ഞാൻ അവരുടെ വീട് കണ്ട്. ആരുടെ വീടാന്നറിയാവോ? നിത അംബാനിയുടെ, അല്ല അംബാനിയുടെ മോളില്ലേ അവരുടെ വീട്. ആ തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് കൊടുത്തേക്കുന്നത്. കുറച്ച് കള്ളൻ. പിന്നെ മോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വരാൻ വേണ്ടി അടുത്ത് തന്നെ വീട് വെച്ച് കൊടുത്തേക്കുന്നു. ഇപ്പൊ ഞാൻ ഇനി അതുകൂടെ പോയി കാണട്ടെ. വീഡിയോ എടുത്തോണ്ടിരിക്കണോ? അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് താജിൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇതൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അന്ന് കുറച്ച് ആക്രമണവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്ത് ആദ്യം വന്നപ്പോൾ എനിക്ക് നെഞ്ച് കുറച്ച് പിടച്ചു കേട്ടോ. യു എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എൻ്റെ ഈ സങ്കടം എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പൊക്കിച്ച് തള്ളി. അതാ സീച്ചേട്ടൻ എന്നോട് പറയുന്നത്, നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അതാട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ ക്യാമറമാരൊക്കെ ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഒരു ഫോട്ടോ വാങ്ങിക്കും. അവിടെ പോയി എടുക്കണോ? ഒരു ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോഴും എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാണിത്. കാരണം നമ്മളിങ്ങനെ ഓർക്കാനൊരു രസമല്ലേ. നമ്മൾ ഫോണിൽ സേവ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ പണ്ട് നമുക്ക് ഇതുപോലൊക്കെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അൻവറിൻ്റെ കണ്ണാടി അടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. നല്ല സൂപ്പർ കണ്ണാടി. എനിക്കിത് വേണം. എനിക്ക് ഈ കണ്ണാടി വേണം. ലുക്ക് മാത്രമേ ഉള്ളൂ ജാഡ ടീമിന്റെ, പക്ഷെ പഞ്ചപാവാണ് കേട്ടോ. എന്റെ ദൈവമേ, ഞങ്ങൾ ഒരുപാട് അവിടെ ചെന്നപ്പോഴും മഴ, ഇവിടെ വന്നപ്പോഴും മഴ. ഇനിയിപ്പോ അടുത്ത തൊണ്ട അടിച്ചു പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓടിതാ എവിടെ കയറി നിക്കും? ഓട് ഓട്. എനിക്ക് പനി പിടിക്കുമെന്ന് നല്ല പേടിയായി. അയ്യോ, സീറ്റാറിന് എന്ത് ചെയ്യും? നനഞ്ഞോടാ? തുമ്മലായിട്ട് നനഞ്ഞോടാ? തൊപ്പിക്കാരി കറുപ്പിനഴക് പാട്ട്. ശരിയാ, കറുപ്പിനഴക് കളിക്കായിരുന്നു. ഓ, നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു. പുലരിയിലെ പനിമഴ. വെട്ടി കൊടുക്കാനാ
അങ്ങനെ രണ്ട് കുഞ്ഞിപ്പുഴുക്കളുടെ തുള്ളിക്കളികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി കറങ്ങി പോവാണ് കേട്ടോ. അതായത് താജിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ചായയുടെ വില 800 രൂപയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ആവട്ടെ പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് കയറി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കടന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗും എല്ലാം അവർ ഇങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ആ വലിയൊരു കടമ്പ കടന്ന് നമ്മളിതാ ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഇന്ത്യ ഗേറ്റ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വലുതായിട്ട് എക്സൈറ്റ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇവരെല്ലാവരും കൂടെ പിടിച്ച് നിർത്തി ഒരു ഡാൻസ് കളിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ റൂമിൽ വെച്ച് ഇത് പറയുമ്പോൾ നെറിനും രേഷ്മയും അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. രേഷ്മ മാത്രം ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ചേച്ചി നമുക്ക് കളിക്കണം ചേച്ചി എന്നൊക്കെ. പക്ഷേ വന്ന് നിന്നപ്പോഴത്തേനും അയ്യോ എല്ലാവർക്കും നാണക്കേട്, ആൾക്കാർ നോക്കത്തില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ വിട്ടില്ല, എല്ലാവരെയും പിടിച്ച് നിർത്തി ഒരു ഡാൻസ് കളിച്ചു. അതാണ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് എന്തോരം ടേക്ക് എടുത്തെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയത്തില്ല, അത്രയും ടേക്ക് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്യാമറാമാന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് ഫോണിൽ അയച്ചു തരുന്നതിന് 30 രൂപ അല്ലാതെ 50 രൂപ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് നിന്നും എടുത്തു, പിന്നെ താജിൻ്റെ അടുത്ത് നിന്നും എടുത്തു കേട്ടോ. അത് ശരിയാക്കാം. കൈ ആദ്യം കാല് മുന്നോട്ട് വയ്ക്കും. എനിക്ക് ഇങ്ങനെ പറയാൻ ചേച്ചി നമുക്ക് ഒരുമിച്ച് കളിക്കാം. നോക്കോ ശരിയാണോ? മുമ്പോട്ട് മുഖത്തോട് മുഖം നോക്കി കാണിച്ചു. അവളെന്നെ അടിച്ചു. ആദ്യത്തെ കാലിതാണോ? കുറേ നേരം ഡാൻസ് പഠിച്ചിട്ടാട്ടോ നമ്മൾ ആ ഡാൻസ് കളിച്ചത്. അങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനും മഴ പെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ പിന്നെ ഓടി. കളിക്കാന്ന് വിചാരിച്ചതാണ്, പക്ഷെ മഴ അതുപോലായി. ഓടിക്കോ! അങ്ങനെ നമ്മൾ ഓടി ഒരു ടാർപ്പയുടെ അടിയിൽ പോയി നിന്ന് കേട്ടോ. എല്ലാവരും കൂടെ മഴ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഡാൻസ് കളിച്ചിട്ട് നമ്മൾ അവിടുന്ന് നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. കാരണം എല്ലാവർക്കും വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു കേട്ടോ. ഞാനായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതും ഇല്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യൂ നിൽക്കണം കേട്ടോ, നമ്മുടെ ഉള്ളിലോട്ട് കയറ്റി വിടണമെങ്കിൽ. അങ്ങനെ പിന്നെ നമ്മൾ ക്യൂ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മളിവിടെ കമ്മലിൻ്റെ സെക്ഷനിലും എല്ലാം നോക്കി. ഭയങ്കര കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം റേറ്റൊക്കെ നല്ലപോലെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജിമിക്ക് വലിയ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെയും ചെന്ന് ചോദിച്ചു ഇതിന് എത്രയാന്ന്. നമ്മളെവിടെ പോകുന്നു? വാങ്ങിയില്ല ആരും. 150 രൂപ കൊടുത്ത് ആ കമ്മൽ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ അതിൽ കുറച്ച് വിലയാവുള്ളൂ എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ പിന്നെ ഞാൻ കണ്ണാടി പോയി നോക്കിയിട്ട് ഈ വാല കണ്ണാടി ഉണ്ടോ എന്നൊക്കെ കേട്ടോ ആ ചേട്ടനോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു. എനിക്കൊരു കണ്ണാടി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വെറുതെ വാങ്ങിച്ച് പൈസ കളഞ്ഞു. വാങ്ങിക്കണ്ടായിരുന്നെന്ന് തോന്നി കേട്ടോ. പിന്നെ കാരണം ഇതേലെ കണ്ണാടി നമ്മൾ മുഖത്ത് വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും എടുത്തിട്ട് ഇത് കൊള്ളാമോ എന്ന് എല്ലാവരോടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 200 രൂപയ്ക്ക് ഞാനൊരു കണ്ണാടി എടുത്ത്, 200 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. 200 രൂപയ്ക്ക് ഒരു കണ്ണാടി എടുത്ത് നേരെ മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഓർണമെൻറ്റ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു കടയിൽ കയറി, പക്ഷേ അവർ ക്യാമറ എടുക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ ദൈവമേ 5000 രൂപയുടെയൊക്കെ കമ്മലുകൾ കാണണം, ഭയങ്കര രസമാണ്. ഞാൻ എനിക്കൊരു കമ്മൽ ഇഷ്ടപ്പെട്ടിട്ട് അത് വെച്ച് നോക്കിയപ്പോൾ ഇതിന് 350 ആണോ 400 രൂപ വില പറഞ്ഞു കേട്ടോ. പക്ഷേ അടിപൊളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ കിടക്കും, നല്ല രസമാണ്. പക്ഷേ അത് വാങ്ങിച്ചില്ല. ഈ കടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കടയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ തപ്പി അവസാനം ഒരു കടയിലെത്തി. അവിടെ ആണെങ്കിൽ ഈ സാധനം ഓർഡർ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ
വെയിറ്റ് ചെയ്തിരുന്നു. കാരണം വിശന്നിട്ടാണോന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുക്കുംബറും സാധനങ്ങളും എല്ലാം കൊണ്ടുവച്ചു. ആകെ ടേബിൾ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ കഷ്ടിച്ച് എല്ലാവർക്കും കൂടി ഇരിക്കായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഉള്ളിയൊന്നും കഴിക്കാത്ത ഞാൻ ഉള്ളിയൊക്കെ പറക്കി തിന്നുമായിരുന്നു കേട്ടോ, വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ. അങ്ങനെ ഇതെല്ലാം തിന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ ബിരിയാണിയൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. നെറിൻ ഞാൻ എങ്ങാണ്ടാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്കിടക്ക് ഇങ്ങനെ പറയാം, ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരാമോ? ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തവർക്ക് ഇതുപോലെ പ്ലേറ്റിൽ മൊത്തവും കൂടെ അങ്ങ് വിളമ്പി കൊടുത്തു കേട്ടോ. ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇതെന്തോ ഈ ചെയ്യുന്നതെന്ന്. അയ്യോ, ഇനി ടേബിളിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുപോലെ വിളമ്പിയിട്ട് പോകുന്നതെന്ന് വിചാരിച്ചു. മതി എന്ന് പറഞ്ഞിട്ടും അയാൾക്ക് ഭാഷ മനസ്സിലാവാത്തതാണോ അതോ ഇനി അത് കേൾക്കാത്തതാണോ എനിക്കറിയാൻ പാടില്ല. എല്ലാവർക്കും കൂടെ വാരി വെതറി. എന്നിട്ട് അവിടെ കുറേ ചാറെടുത്തങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചു. ഞങ്ങൾ ബിരിയാണി ആട്ടോ എടുത്തത്. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അരപ്പ് ഭയങ്കര കൂടുതലാണ്, റൈസ് കുറച്ച് കുറവാണ്. ബിരിയാണി തിന്നാൻ കൊതിച്ചിരുന്നെങ്കിലും ഞങ്ങളുള്ള സാലഡ് എല്ലാം കൂടെ വിശന്നുകൊണ്ട് തിന്നുകൊണ്ട് നമുക്ക് അത്ര വിശപ്പൊന്ന് കുറഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. ബിരിയാണിയെക്കാട്ടി ഒന്നുകൂടെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അല്ലല്ല അങ്ങനല്ല, എനിക്ക് ബാക്കി എടുത്തോളാൻ പറ. കോംപ്ലിമെന്റ് ഇവരല്ലേ പറഞ്ഞേ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ സന്തോഷാവും. അതുകൊണ്ട് ഇനി എല്ലായിടത്തും കോംപ്ലിമെന്റ് അവർക്ക് എനിക്ക് കല്ലിടണ്ടേ? ഞാൻ കല്ലിട്ടിട്ട് അതിന്റെ പാലുകാച്ചിന് വിളിക്കാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടിയുള്ള ക്യൂ നിൽപ്പാണ് കേട്ടോ ഇത്. എനിക്ക് സ്കൂൾ ലൈഫ് ഓർമ്മ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കടയിലൊക്കെ കയറിയിട്ട് നമ്മൾ ഊബറിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എല്ലാവരുടെയും കാലം ഒടിഞ്ഞു പോയി. അതുകൊണ്ടാണ് എല്ലാവരും ഒരു സൈഡിലോട്ട് അങ്ങ് നിരന്നിരുന്നത് കേട്ടോ. സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് അന്തം വിട്ട് കുന്തം മിഴിഞ്ഞ പോലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി കേട്ടോ. ഇവിടെ നിന്ന് കുറേ കോമഡി പറച്ചിലും ചിരികളും ഒക്കെ ആയിരുന്നു. ഈ കടലിൻ്റെ സൈഡിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. സമയം എത്ര ആയെന്നറിയാമോ? എന്തായാലും ഒരു 11 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കൊക്കെ കേട്ടോ. കണ്ടിട്ട് കൊതിയായി. അങ്ങനെ കാറിലിരുന്ന് നമ്മളെല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എൻ്റെ സാധ്യത എനിക്ക് തന്നെ സഹിക്കാൻ പറ്റും. ഇവരെങ്ങനെ സഹിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കഥകൾ കൈമാറും അനുരാഗമേ അറിഞ്ഞോ? അടുത്ത കല്യാണിച്ച് അല്ല അങ്ങനെ നമ്മൾ റൂമിലെത്തി കഴിഞ്ഞിട്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് അൻവർ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അപ്പൊ അവനെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് അവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കലായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ കലാപരിപാടി. എത്ര മണിയായി? ഇതുവരെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. നമ്മള് 3 ദിവസം കൊണ്ട് ഉറക്കം എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് അതെ അപ്പൊ അത്രേ ഉള്ളൂ. നോക്കട്ടെ. അങ്ങനെ 1 മണിക്കൂർ കഷ്ടിച്ചെന്തോ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് റെഡി ആയി. രേഷ്മ ടെർമിനൽ 2-ലാന്നാട്ടോ പറയുന്നത്. അവള് വേറെ ഫ്ലൈറ്റിലാണ്. നമ്മള് പോകുന്നതിന്റെ സന്ദർഭത്തിൽ ലിഫ്റ്റ് കരയാ. ടാറ്റ കൊടുത്തോ. ഇവള് ഏട്ടൻ്റെ അടുത്ത് ടെർമിനൽ 2 എന്ന് പറയണം കേട്ടോ. ടെർമിനൽ 2-ൽ പോയിട്ട് കണ്ടില്ലേ വരണേ? നമ്മള് ഓട്ടോയിലിരുന്ന് ഓർമ്മ
എപ്പോഴും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പോവാൻ നേരത്തെ കാണാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ടെങ്കിലും adjust ചെയ്യാം. അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇന്ന് നമ്മൾ നേരത്തെ അല്ലേ? ഇന്ന് നമ്മൾ നേരത്തെയാ. ആറ്റിറ്റ്യൂഡ് ഓക്കെ. ഇനി തിരിഞ്ഞാരും കാണാതെ കരഞ്ഞോ? ബൈ. അങ്ങനെ രേഷ്മു മോളെ നമ്മൾ ടെർമിനൽ 2-ൽ ഇറക്കി. നമ്മൾ ടെർമിനൽ 1-ലോട്ട് വന്നു. ഈ ടെർമിനൽ 2-ഉം ടെർമിനൽ 1-ഉം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് ചേട്ടന് പൈസയൊക്കെ കൊടുത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഇതിനൊക്കെ എന്തോരം വിലയാണെന്നറിയോ? 500 രൂപയുടെ സാധനം എങ്ങാണ്ടാണ് രവീണ കഴിക്കുന്നത്. പിന്നെ എല്ലാത്തിനും ആ ഒരു റേറ്റ് ഉണ്ട് കേട്ടോ. ചായ എന്ന് വെച്ചാൽ കൂറ ചായ ഒരുമാതിരി, എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ രവീണ എനിക്കൊരു കടി കടിച്ചു എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനും കൊള്ളാമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് നെയ്യുടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അകത്ത് ഫുള്ള് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. എത്ര രൂപ? 250 രൂപയുടെ ചായ അല്ലേ? 450 രൂപയുടെ വാട്ട ചായ. അവൾ ആസ്വദിച്ചൊന്ന് കുടിക്കുന്ന കണ്ട. കുടിച്ചേ. ഇത് ചായയാണോ? ഞാൻ പോയി ചായ അടിക്കാം. ഞാൻ ഇതിലും നല്ലോണം ചായ. ഇതെല്ലാം ഞാൻ പോയി ചായ അടിക്കാം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നി കേട്ടോ. അപ്പം ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി അവിടുത്തെ ഒരു കടയിൽ കയറി. അപ്പോൾ രവി ഞാനും കൂടെ കേട്ടോ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയത്. അങ്ങനെ കുറേ നേരത്തെ തപ്പലിന് ശേഷം ഞാൻ ഈ ഒരു ഡെയറി മിൽക്കാണ് കേട്ടോ എടുത്തത്. ഇതിന് 495 രൂപയായിരുന്നു. എല്ലാം കൂടെ കൂടി 500 രൂപ എങ്ങാണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ അതും എടുത്തിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ചെന്ന് നിന്നു. അപ്പോൾ എൻ്റെ ചായടിക്കാരിയുടെ കൂടെ ഞാനൊരു ഫോട്ടോയ്ക്കൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ ഇത്തവണ ഞാനും നെറിനും കൂടാണ് സീറ്റ് പങ്കിട്ടത്. തൊട്ട് മുന്നിൽ അൻവറും രവീണയും ഇരിപ്പുണ്ടായിരുന്നു. സൈഡിൽ സീച്ചേട്ടനും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന രവീണ ആയിരിക്കത്തില്ല, അവിടെ ബോധം കെട്ട് കിടപ്പായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവൻ്റെ എവിടെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ച ഡെയറി മിൽക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ മുറിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കൂടെ കഴിച്ചെടുത്തപ്പോഴത്തേന് നമ്മുടെ ഫ്ലൈറ്റൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പ് നൂഡിൽസ് ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ എന്തോ ബിരിയാണി ചോറോ അങ്ങനെ എന്തോ ചോറും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചേക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റ് രീതിയിൽ നമുക്ക് കഴിക്കാം. എനിക്ക് കപ്പ് നൂഡിൽസ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നമുക്ക് വെള്ളം എല്ലാം ഒഴിച്ച് തരും. അങ്ങനെ ഞാനത് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങി. ടേസ്റ്റൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന കപ്പ് നൂഡിൽസ് ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു. അൻവർ ആണെങ്കിൽ ബാത്റൂമിൽ പോയതാണ്. പിന്നെ ഒരു 1/2 മണിക്കൂറത്തേക്ക് അവനെ കണ്ടതേ ഇല്ല. അവനെ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. കാരണം ഫ്ലൈറ്റ് താന്നും പൊങ്ങിയും ഒക്കെ നമ്മൾ റൈഡിൽ കയറിയ പോലെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രവീണ അത് കുടിച്ചിട്ട് അതിൻ്റെ വെള്ളം വരെ ഊറ്റി കുടിച്ചു. നമ്മൾ ഇറങ്ങി. കിടക്കാൻ സുഖമില്ലായിരുന്നു അല്ലേ? പക്ഷെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി കേട്ടോ. കൊച്ചിയിലല്ല, 1 മണിയായപ്പോഴത്തേന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ഇവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. മഴയ്ക്കാണെന്ന് തോന്നുന്നു. നമ്മൾ പെട്ടെന്ന് വന്ന് ജനറൽ ടിക്കറ്റ് ആണ് എടുത്തത്. പിന്നെ അത് കൺവേർട്ട് ചെയ്ത് ഈസി ആക്കുവാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് അത് ആവുന്നത് വരെ നമ്മൾ പുറത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺഫേം ആയപ്പോൾ നമ്മൾ അകത്ത് കയറിയിരുന്നു. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബിങ്കോയും കണ്ണി കണ്ടതും എല്ലാം വാരി വലിച്ച് തിന്നു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ 5:30 ആയപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. സീച്ചേട്ടൻ കാർ എടുക്കാൻ വേണ്ടി പോയി. അൻവറാണെങ്കിൽ ഓട്ടോ വിളിച്ചു പോയി. കാരണം നമുക്ക് ആർ പി മാളിൽ കയറണം കേട്ടോ. കാരണം എനിക്ക് ഗ്ലാസ് ശരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പുക്കുട്ടന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അതിന് വേണ്ടി നമുക്ക് ആർ പി മാളിൽ പോകണം കേട്ടോ.
അതുകൊണ്ട് അവൻ ഓട്ടോയിൽ പോയി സീച്ചേട്ടൻ കാറും എടുക്കാൻ പോയി. ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്, ഏട്ടൻ വരുന്നതും കാത്തു. അപ്പുക്കുട്ടൻ്റെ ടോയ് വാങ്ങിക്കാൻ വേണ്ടി RP മാളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അവന് കളിക്കാൻ പാകത്തിനുള്ളതൊന്നും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് കണ്ണാടി വാങ്ങാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ കണ്ണാടി കട അവധിയായിരുന്നു. അങ്ങനെ ഒന്നും നടക്കാതെ നമ്മൾ RP മാളിൽ നിന്ന് തിരിച്ചിറങ്ങി. അപ്പൂന് സാധനം വാങ്ങിക്കാൻ വന്നിട്ട് അതും നടന്നില്ല. കണ്ണാടി വാങ്ങിക്കാൻ വന്നിട്ട് കണ്ണാടിയുടെ ഒക്കെ ഉള്ള കടയും അടവ്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയെങ്ങാനും അപ്പൂന് എന്തേലും വാങ്ങിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു കടയിൽ കയറി, അവിടെ ഒട്ടുക്കത്തെ വില, അതുകൊണ്ട് അവിടുന്ന് വാങ്ങിയില്ല, തിരിച്ചിറങ്ങി. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ അപ്പൂനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. കൂട്ടത്തിൽ ഞാൻ ഈ ഒരു ബോക്സ് എടുത്തു കേട്ടോ. അപ്പുക്കുട്ടൻ ഭയങ്കര സ്പൈഡർമാൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ അപ്പുക്കുട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അങ്ങനെ വാങ്ങിച്ച സാധനത്തിനെല്ലാം ബില്ലടിച്ചു. ആദ്യമായിട്ടാണ് അച്ഛനെയും അമ്മയും കാണാതെ അവൻ 3 ദിവസം നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സൈഡിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ കുറേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അപ്പുക്കുട്ടന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പുക്കുട്ടന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവനത് പൊട്ടിച്ച് വായിച്ച് നോക്കിയപ്പോൾ നല്ല പോലെ സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഡൽഹിയിൽ വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഞാൻ എൻ്റെ അപ്പക്കുട്ടൻ്റെ കൂടെ കളിച്ച് മറിയാൻ പോവാണ്.